കർത്താവിൻ്റെ വിലപ്പെട്ടതായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. എല്ലാവരും പറയും മാറ്റങ്ങൾ ആവശ്യമാണ്. സകല മനുഷ്യരും മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ഒരു ഇലക്ഷൻ വരുമ്പോൾ പലരും പറയും ഒരു ഭരണമാറ്റം ആവശ്യമാണ്. കാരണം എന്താ? അടുത്ത ഭരണം വരുമ്പോൾ കഴിഞ്ഞ ഭരണത്തെക്കാളും ഒരു മെച്ചമായ ഭരണം. അതിനകത്തെ കണക്കുകൂട്ടലുകൾ പലർക്കും പലതാണ്. മുൻപിലത്തെ ജയപരാജയങ്ങളൊക്കെ ഒരുപാട് ചൂണ്ടിക്കാണിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഭരണപരമായ രംഗത്ത് രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ മാറ്റം. അതുപോലെ തന്നെ ആത്മീയ മണ്ഡലത്തിൽ, നമ്മളായിരിക്കുന്ന മണ്ഡലത്തിൽ എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. നമ്മുടെ സഭയിലായാലും നമ്മുടെ സഭയുടെ വളർച്ചയിലായാലും നമ്മൾ ഓരോരുത്തരായാലും ഒരു മാറ്റം ആവശ്യമാണല്ലേ. ഒരു കുടുംബജീവിതത്തിൽ ഒരു മാറ്റം ആവശ്യമാണ്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഒരു കുടുംബജീവിതത്തിൽ നിശ്ചയമായിട്ടും ഒരു മാറ്റം ആവശ്യമാണ്. എങ്ങനെയുള്ള മാറ്റം ആവശ്യമാണ്? എപ്രകാരമുള്ള മാറ്റമാണ് ആവശ്യം? ആ മാറ്റത്തിന് വേണ്ടി അവരവരുടെ ഭാഗത്തുള്ളതായ പദ്ധതി എന്താണ്? പ്ലാൻ എന്താണ്? കാഴ്ചപ്പാട് എന്താണ്? അത് നമ്മൾ വ്യക്തമായും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ മനസ്സിന് മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ, അവരവരുടെ മനസ്സിന് മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ എല്ലാത്തിനും മാറ്റം ഉണ്ടാകുകയുള്ളൂ. അവരുടെ മനസ്സാ എല്ലാത്തിൻ്റെ കേന്ദ്രബിന്ദു. ഒരു കുടുംബത്തിൻ്റെ സമാധാനത്തിൻ്റെ അന്തരീക്ഷം അവർ അന്യോന്യം എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഭവനത്തിൻ്റെ സമാധാനത്തിൻ്റെ അന്തരീക്ഷം നിൽക്കുന്നത്. ഒരു ഭവനത്തിൻ്റെ സാമ്പത്തിക ഉയർച്ചയിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നുള്ള അതിലെ ഉള്ള കുടുംബാംഗങ്ങളുടെ അന്യോന്യമുള്ളതായ പരസ്പര ധാരണ, അതിനുവേണ്ടിയുള്ളതായ ഒരുമനപ്പെട്ടുള്ള കാഴ്ചപ്പാടോടുകൂടിയുള്ളതായ കൂട്ടായ പ്രവർത്തനം, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ അന്യോന്യം അങ്ങനെ പരസ്പര ധാരണയിലും ഒരുമരും പോയെങ്കിൽ മാത്രമേ അവിടെ ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഒരു കുടുംബജീവിതത്തിൻ്റെ ആത്മീയ അന്തരീക്ഷം, ആത്മീയ അന്തരീക്ഷത്തിൽ അതാത് പകലും അതാത് രാത്രിയിലും എല്ലാം അന്യോന്യം സഹവസിക്കുമ്പോൾ, സഹകരിക്കുമ്പോൾ അവിടെ ഉണ്ടാകാവുന്ന ഭിന്നതയുടെ അവസ്ഥകളിൽ നിന്ന് ഒരു മാറ്റം, അതിനുവേണ്ടി ആ മാറ്റം ആഗ്രഹിച്ച് ആ ഭിന്നതയുടെ അവസ്ഥ ഉണ്ടാകാവുന്നതിൽ നിന്ന് ഓരോരുത്തരും പുറത്തു വരിക, അതിൽ നിന്ന് മാറ്റം ആഗ്രഹിക്കുക, മാറ്റമുണ്ടാക്കുക, അന്യോന്യ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ പോകുവാൻ വേണ്ടിയിട്ടുള്ള അന്യോന്യമുള്ളതായ കാഴ്ചപ്പാടോടും നല്ല സമീപനത്തോടും കൂടെ മുന്നോട്ട് പോകുക. ഒരു മാറ്റം നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ അവരവർക്കൊരു മാറ്റം ആവശ്യമാണ്. ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഈ രീതിയിൽ പോയാൽ മതിയോ? ഈ അവസ്ഥയിൽ, ഇന്നത്തെ എൻ്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് എങ്ങനെ പുറത്തു വരാം? അതിനുവേണ്ടി ഞാൻ എങ്ങനെ മാറണം? എത്രമാത്രം നാം അത് ആഗ്രഹിക്കുന്നു. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾ വിദ്യാഭ്യാസമുണ്ടായാലും അറിവുണ്ടായാലും നമ്മൾ ഒരു സംസ്കാരത്തിൻ്റെ അവസ്ഥയിലേക്ക്, പരിജ്ഞാനത്തിൻ്റെ അവസ്ഥയിലേക്ക്, വിവേകത്തിൻ്റെ അവസ്ഥയിലേക്ക്
നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടായ കാഴ്ചപ്പാടിൽ നിന്ന്, അതായത് നമ്മുടെ ഹൃദയത്തിലെ കാഴ്ചപ്പാടെന്ത്, ആ കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടായി, ആ കാഴ്ചപ്പാട് നമുക്ക് നമ്മുടേതായ കുടുംബാന്തരീക്ഷത്തിൽ അതിനുള്ള ആത്മാവിൻ്റെ ഐക്യതയും സ്നേഹവും ഉണ്ടാകുന്ന നിലയിലോ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മളിൽ ഒരു മാറ്റമുണ്ടാകുവാനുള്ള ഒരു ആത്മീയ കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടായിട്ടുണ്ടോ? വ്യക്തിപരമായി നമ്മുടെ മനസ്സിനുണ്ടാകുന്ന മാറ്റം, മനസ്സിനകത്ത് കുടുങ്ങിയിരിക്കുന്ന അടിഞ്ഞുകൂടിയിരിക്കുന്നതായ പാപത്തിൻ്റേതായ വശീകരണം, പാപത്തിൻ്റെ സ്വാധീനം, പുറകോട്ടുള്ള മനസ്സിനെ പുറകോട്ട് വലിക്കുന്ന പാപത്തിൻ്റെതായ ശക്തിയുടെ ബന്ധം, ഇതിനെ പൊട്ടിച്ചെറിഞ്ഞ് യഥാർത്ഥമായി നാം മുന്നോട്ടിറങ്ങിയെങ്കിൽ മാത്രമേ, ദൈവകൃപയിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ, ദൈവേഷ്ടത്തിൽ ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുകയുള്ളൂ. നാം ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. മറ്റുള്ളവരെ നമുക്ക് മാറ്റം വരുത്താനുള്ള താല്പര്യം കാണും. എല്ലാവരും അല്ലേ? മറ്റുള്ളവരെ കുറിച്ച് പലരും പലതും പറയുന്ന പലരെക്കുറിച്ച് പലതും പറയുന്ന പലര് അവരുടേതായ ജീവിതത്തിലെ പലതും മറച്ചു വെച്ചുകൊണ്ടാണ് പലരോടും പലതും പറയുന്നതും പലരെക്കുറിച്ചും പറയുന്നതും. ഇതെത്ര കണ്ട് ശരിയാകും? ഒരുപക്ഷെ ഈ കേൾക്കുന്നത് ഇങ്ങനെയുള്ള ഒരവസ്ഥയിലുള്ള മാനസികാവസ്ഥയുള്ള ഒരാളാണോ താങ്കളെങ്കിൽ ഒരു മാറ്റം താങ്കളുടെ ആവശ്യമാണെന്നുള്ളതത്രേ. നമ്മൾ വ്യക്തിപരമായി മാറാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. നമ്മുടെ കാഴ്ചപ്പാടുകൾ, മറ്റുള്ളവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ, മാതാപിതാക്കളുള്ള കാഴ്ചപ്പാടുകൾ, മാതാപിതാക്കൾ മക്കളുള്ള കാഴ്ചപ്പാടുകൾ, സഭാതയ മക്കൾ അന്യോന്യമുള്ള കാഴ്ചപ്പാടുകൾ, സഭാതയ മക്കളും കർത്താദാസനും കുടുംബവും തമ്മിലുള്ള അന്യോന്യമുള്ള കാഴ്ചപ്പാടുകൾ, അവർ അന്യോന്യമുള്ള കാഴ്ചപ്പാടുകൾ, അത് യഥാർത്ഥമായും അവിടെ ഒരു ദൈവപ്രവൃത്തി നടക്കുന്ന രീതിയിലുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് മനസ്സുകൾ മാറണം. എങ്കിൽ മാത്രമേ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ. കുടുംബത്തിനകത്തൊരു മാറ്റം ഇല്ലാത്തൊരു ഭവനമാണ് നിങ്ങളുടേതെങ്കിൽ ആ ഭവനത്തിനകത്ത് ഒരു പുനർചിന്തനം ആവശ്യമാണ്. നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ ഇടയിൽ ഒരു പുനർചിന്തനം ആവശ്യമായിരിക്കുന്നു. അവരുടെ ഭാഗത്തെ കുറ്റം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ഭാഗത്തെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. എത്രേ പറയാനുള്ളത്? വചനത്തിൽ പറയുന്നത് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി എല്ലാം ലഭിക്കും. അപ്പം പ്രശ്നം ഇവിടെ കിടക്കുന്നേ, മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാതെ നമ്മളിങ്ങനെ നമുക്ക് വേണ്ടി ഇങ്ങനെ ശിഷ്യന്മാരെ കർത്താവില്ലാതെ തിബരിയാസ് കടലിൽ പോയി മീൻ വീശാൻ പോയിട്ട് രാത്രി മൊത്തം ഒന്നും കിട്ടാതിരുന്ന പോലെയാ അവസ്ഥ. കർത്താവ് വന്നിട്ടല്ലേ പിന്നെ ബാക്കി സംഭവിച്ചത്. മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരു സംശയമില്ല. എന്തായാലും ഈ നിലയിൽ മുന്നോട്ട് പോയാൽ മതിയോ? കുടുംബങ്ങളെ, വ്യക്തികളെ, സഭകളെ, പാസ്റ്റർമാരെ, ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കാണുന്നവർക്ക് നിങ്ങളെക്കുറിച്ച് എന്ത് മാറ്റമാണ് പറയാനുള്ളത്? പ്രൈസ് ദി ലോർഡ്. നിങ്ങളെക്കുറിച്ച് എന്ത് മാറ്റമാണ് പറയാനുള്ളത്? കുറ്റം പറയാനൊരു കൂട്ടർ എക്കാലവും എല്ലായിടത്തും ഉണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയത്തിന് അതൊരു പ്രാഗൽഭ്യം നമ്മെക്കുറിച്ച് ഉണ്ടായിരിക്കണം. ആ പ്രാഗൽഭ്യം നഷ്ടപ്പെടുവാൻ തക്കവണ്ണം
ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൂടാ. നാം ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി എന്നുള്ള നിലയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കണം. ഒരു മാറ്റത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. കർത്താവ് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.